ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവനും രാജീവനും കൂടെ ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഭയങ്കര ടെൻഷനിലാട്ടോ. അങ്ങനെ ശിവൻ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. കമല പറയുന്നുണ്ട്, ശിവേട്ടാ, നമ്മുടെ ഹരി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ രോഹിത്തും കൂട്ടാളികളും ഒക്കെ ചേർന്നിട്ട് ഇവനെ നിർബന്ധിച്ച് കൊണ്ടുപോയതുകൊണ്ടാണ് ഇപ്പം അവൻ അപകടത്തിൽപ്പെട്ടത്. എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷിക്കണം. കമലെ, നീ കാറി വരെ അറിയാണ്ടൊന്നും സംസാരിക്കരുത്. പ്രശ്നം വഷളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഇവിടെ മനു പറഞ്ഞുണ്ടാക്കുന്നതാണ്, അല്ലാതെ വേറൊന്നുമില്ല. നമ്മുടെ മോനല്ലേ അവനെ നമുക്ക് എങ്ങനെയെങ്കിലും ഇറക്കിക്കൊണ്ട് വരണ്ടേ. അപ്പോൾ തന്നെ മനുവിനോട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ മനു പറയണ്ട്, അച്ഛാ, അമ്മ പറയുന്ന ഓരോ കള്ളത്തരങ്ങൾക്കും അച്ഛൻ കേട്ട് വിശ്വസിക്കരുത്. അമ്മയാണ് അവനെ ഇത്രത്തോളം വഷളാക്കിയത്, അവനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയത്. ഇപ്പോൾ അവസാന നിമിഷം ഈ ഒരു സ്റ്റേജിൽ വരെ അവനെത്തി. എപ്പോഴെങ്കിലും അവനെ തട്ടി വിലക്കിയിട്ടുണ്ടോ അമ്മ? അവൻ്റെ കാര്യത്തിനെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ അവൻ ഇങ്ങനെ ആയത്. എന്നിട്ട് ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ പോലും അമ്മ അവനെയാണ് ന്യായീകരിച്ച് പറയുന്നത്. അവൻ ഒന്നാം പ്രതിയാണ്. അവനാണ് ഗൂഢാലോചനയും കാര്യങ്ങളും ഒക്കെ കൊണ്ടു നടന്നതും മറ്റുള്ളവരെ പ്രേരിപ്പിച്ചതും. എന്നിട്ടും അമ്മ ഇപ്പോഴും അത് വിശ്വസിക്കുന്നുണ്ടോ? അച്ഛന് പറയുമ്പോൾ എനിക്കിതിൽ ഇറങ്ങാനൊന്നും പറ്റില്ല അച്ഛാ. നാണം കെട്ട കേസാണ്. അതുമാത്രമല്ല, ഇപ്പോൾ അവിടെ ചെന്ന് ആകെ പ്രശ്നം ചെന്ന് ചാടിക്കൊടുത്താൽ നമ്മളാകെ പ്രശ്നത്തിൽപ്പെടേ ഉള്ളൂ. അല്ലാതെ നമുക്കവരെ കാണാൻ പോലും പറ്റുമെന്ന് തോന്നണ്ട. എടാ, പിന്നെ അലീനയുടെ കാര്യം നീ പറഞ്ഞില്ലേ? അതെ, അലീനെ പിടിച്ചുകൊണ്ട് പോയി. അല്ലെങ്കിലും എനിക്കറിയാം, ഇവൻ സ്വന്തം അനിയനെ നോക്കാനോ അന്വേഷിക്കാനോ അവന് ജയിലിൽ നിറക്കാനോ അവന് താല്പര്യമില്ല. അലീനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്നറിഞ്ഞ ഉടനെ ഇവൻ ഓടി ചെല്ലാൻ പോകുന്നു എന്ന് കമല ശിവനോട് പറയാ. ആണോടാ? അങ്ങനെയല്ല അച്ഛാ സത്യാവസ്ഥ. എനിക്കങ്ങനെ പോകാനൊന്നും കഴിഞ്ഞില്ല. അമ്മ തടഞ്ഞത് കൊണ്ടാണ് ഞാൻ പോകാത്തതെന്ന് അമ്മയുടെ വിശ്വാസം. പക്ഷെ അങ്ങനെയല്ല. ഗോവർദ്ധൻ അങ്കിൾ അവിടെ ചെന്നിട്ട് പോലും രോഹിത്തിനെ ഹരിയെ ഒന്നും കാണാൻ സമ്മതിച്ചില്ല അവർ. പിന്നെ ഞാൻ പോയാൽ എങ്ങനെ കാണാൻ പറ്റും? അലീനയുടെ കാര്യത്തിലായാലും എനിക്ക് ഇടപെടാൻ പറ്റില്ല. പക്ഷേ അലീന രേവതിക്കുട്ടിയുടെ ഏതോ ഒരു പരിചയത്തിൽ മുഖേന അങ്ങനെ ഒരു കാര്യത്തിൽ അലീന പോലും അവിടെ നിന്ന് ഇറങ്ങി വന്നത്. അവളെ ഉച്ചയ്ക്ക് പിടിച്ചുകൊണ്ട് പോയതാ. രാത്രി വരെ അവിടെ പിടിച്ചിരുത്തിയിരുന്നു, അറിയോ? എടാ, അതെങ്ങനെ അലീനയ്ക്ക് ഇത്ര സ്വാധീനം? അതുപോലും അലീനയ്ക്ക് അറിയില്ല അച്ഛാ. അവളെ തിരിച്ച് വീട്ടിൽ വന്ന് രേവതിയായിട്ട് സംസാരിച്ചപ്പോഴാണ് അറിയണത്. അങ്ങനെയാണെങ്കിൽ അവരെ സ്വാധീനിച്ചാൽ നമുക്ക് നമ്മുടെ ഹരിയ രോഗത്തിനെയൊക്കെ പുറത്തിറക്കിക്കൂടെ? അയ്യോ, അതൊന്നും നടക്കണ കാര്യമല്ല. അലീന തെറ്റുകാരി അല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവരതിലിടപെട്ടതും പറഞ്ഞു വിട്ടതും. പക്ഷേ രോഹിത്തും ഹരിയൊക്കെ അങ്ങനെയാണോ? ഇതൊരു വലിയ കേസിൽ, അതും ഇത്രയും നാണം കെട്ട ഒരു പെൺകുട്ടിയാണ് മുന്നിൽ നിൽക്കുന്നത്. അവളെയാണ് പിച്ച് ചിന്തിയതെല്ലാം കൂടെ. അവൾക്ക് ന്യായം കിട്ടണ്ടേ, നീതി കിട്ടണ്ടേ? അപ്പോൾ സത്യത്തിൻ്റെ കൂടെയല്ലേ എല്ലാവരും നിൽക്കുകയുള്ളൂ. പിന്നെ ഇവന്മാരെ എങ്ങനെ ഇറക്കാൻ പറ്റും? ഞാനിതിലൊന്നും ഇടപെടില്ല. അച്ഛനോ എന്ത് വേണം ചെയ്തോ. കൊച്ചച്ഛനെ കൂടെ വിളിച്ചോ, അതാ നല്ലത്. പിന്നെ അച്ഛന് അമ്മ പറയുന്നതാണ് വിശ്വാസമെങ്കിൽ ഇന്നത്തെ പത്രത്തിൽ വ്യക്തമായിട്ട് അടിച്ചു വന്നിട്ടുണ്ട്, വായിച്ച് നോക്ക് എന്നും പറഞ്ഞാൽ പത്രം എടുത്ത് അച്ഛൻ്റെ കൈ കൊടുത്തിട്ട് മന കയറി പോവാം. അപ്പോൾ ഇതൊക്കെ വായിച്ച് കഴിയുമ്പോൾ തന്നെ ശിവന് കാര്യത്തിൻ്റെ ഗൗരവമെല്ലാം മനസ്സിലായി. എന്നിട്ട് കമലയെ നല്ലപോലെ ചെറിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. കമലയ്ക്ക് ഇപ്പോഴും ഗൗരി ഇതില്ല. കാരണം ഒരു പെണ്ണിനെ ഒന്ന് അറിയാണ്ട് തുടയെ പിടിക്കുക ചെയ്തെന്ന് പറഞ്ഞാൽ ഇത്ര വലിയ കേസാവോ എന്നുള്ള രീതിയാണ് കമല മോൻ്റെ സപ്പോർട്ട് നിൽക്കുന്നത്. അവസാനം നിവർത്തിയില്ലാതെ രാജീവിനെ ഫോണിൽ വിളിക്കുകയാണ് നമ്മുടെ ശിവൻ. എന്നിട്ട് രാജീവ് പത്രത്തിലൊക്കെ വന്നും വാർത്തകളിലൊക്കെ വന്ന് എല്ലാവരും അറിഞ്ഞല്ലോ. അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട്, എടാ, ഇതിപ്പോൾ ഇത്രയും വലിയ ഇതായ സ്ഥിതിക്ക് നമുക്ക് ഇടപെടാൻ അതല്ല, നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലടാ. പക്ഷേ അലീന പുഷ്പം പോലെ ഇറങ്ങി വന്നു. ആണോ? അവൾക്ക് നല്ല പിടിപാടുള്ള ആരൊക്കെയോ ഉണ്ട്. അത് ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നിലയ്ക്കൊന്ന് നോക്കിക്കൂടെ? ഞാനത് മനുവിനോട് ചോദിച്ചതാണ്. പക്ഷെ അവനത് സമ്മതിക്കുന്നില്ല. എന്നാൽ പിന്നെ ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ശിവേട്ടൻ മനുവിൻ്റെ കയ്യിൽ ഫോണൊന്ന് കൊടുത്തേ, ഞാനൊന്ന് സംസാരിക്കാം. അങ്ങനെ നമ്മുടെ രാജീവനുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ മനു പറയുന്നുണ്ട്, കൊച്ചച്ച വിചാരിക്കണ പോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങൾ. അവിടെ ഇരുന്ന് സംസാരിക്കും പോലെയോ അല്ല. ഇവിടെ വന്നാൽ മാത്രമേ അറിയൂ. നമ്മുടെ തലവെട്ട അങ്ങനെ പുറത്ത് കണ്ടാലേ ആളുകൾ തലമണ്ട അടിച്ച് പൊട്ടിക്കും. ചീഞ്ഞ മുട്ട തലയിൽ കൂടെ എറിയും. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേജിലാണ് ഇപ്പോൾ. നാണം കെട്ട് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല. അതിനിടയ്ക്ക് ആ പോലീസ് സ്റ്റേഷനിൽ പോയി മക്കൾക്ക് വേണ്ടി വാദിക്കാൻ നിൽക്കുന്നത്. അലീന ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവൾ തെറ്റുകാരിയല്ല, അതുകൊണ്ടാണ്. പിന്നെ അലീന സ്വന്തക്കാരോ ബന്ധുക്കളോ ഒന്നുമല്ല. ആ രേവതിക്കുട്ടിയുടെ എന്തോ പരിചയത്തില്ല, അവൾ നിൽക്കുന്ന വീട്ടുകാരുമായി ബന്ധത്തിലാണ് അവൾ ഇറങ്ങി വന്നത്, അറിയോ? നമുക്ക് അവരുമായിട്ടൊന്ന് സംസാരിച്ചൂടെ? ഞാനതിനൊന്നും തയ്യാറല്ല. എനിക്കതിനൊന്നും പറ്റത്തില്ല. അവരെയൊക്കെ മുന്നിൽ പോയി നാണം കെടാൻ. എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ രാജീവൻ ചാടിപ്പിടിച്ച് അന്ന് വൈജയുടെ കേസിലും ഇതുപോലെയാണല്ലോ പിന്നും നിന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെട്ട്. അതുപോലെ തന്നെ ഇപ്പോഴും ശിവേട്ടനെ സഹായിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് പറയാം, രോഹിത്തിനെ ഇറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ രോഹിത്തിനെങ്കിലും അവളെ ഇറക്കില്ലേ എന്ന് മനു ചോദിക്കുകയാണ് കേട്ടോ. രോഹിത്ത് മാത്രമല്ലല്ലോ, ഹരിയും ഈ വീട്ടിലെ അല്ലേ. ശരി, എന്തായാലും തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിച്ച് തന്നെ ആവണം എന്നാണ് മനുവിൻ്റെ ഇത്. എടാ,
നീ അങ്ങനെ പറയില്ല, നിൻ്റെ സ്വന്തം അനിയനാണെങ്കിലും ചേട്ടനാണെങ്കിലും തെറ്റ് തന്നെയല്ലേ കൊച്ചിച്ച എന്ന് ചോദിക്കട്ടോ. പക്ഷേ നമുക്കങ്ങനെ കൈവിടാൻ പറ്റുമോ? നമ്മളെ മക്കളായി പോയില്ലേ, നമുക്ക് നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലാം, അവരെ ഒന്ന് കാണാം, എന്നിട്ട് അവിടെ പോലീസുകാരോടൊക്കെ എന്തെങ്കിലും സംസാരിക്കുക, കൈമണി കൊടുക്കുക, എന്തെങ്കിലും നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ശിവേട്ടനെയും കൂടി പോവാട്ടോ. അപ്പം മനു വീണ്ടും താക്കീത് കൊടുക്കുകയാണെന്നേ, നിങ്ങൾ പോകുന്ന കൊള്ളാൻ ചെന്ന് ചാടുന്നത് വലിയൊരു ആപത്തിലേക്കാണ്. അതിൻ്റെ ഇടയിൽ ചെന്ന് ചാടി നിങ്ങൾക്ക് പോലും പുറത്തിറങ്ങി വരാൻ പറ്റത്തില്ല, അത്രയ്ക്ക് കഷ്ടത്തിലായിരിക്കും നിങ്ങൾ പോകുന്നത്. നീ പറയും പോലെ ഒന്നുമല്ലേ കാര്യം, ഇതിനകത്തിരുന്ന് സംസാരിച്ചാൽ മതിയോ? നമുക്ക് പുറത്തിറങ്ങി കാര്യങ്ങൾ അന്വേഷിക്കുകയും സംസാരിച്ചല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ മനു എന്നും പറഞ്ഞു. മനുവിൻ്റെ വാക്ക് കേൾക്കാതെ ഇവർ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ സ്റ്റേഷനിലേക്കും. അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കിടന്നും കൊണ്ട് അറിഞ്ഞ് നമ്മുടെ വൈജ ആകെ തകർന്നു പോയിട്ടുണ്ട്. കിടന്നും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അലീന പുഷ്പം പോലെ ഇറങ്ങി വന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആകെ നാണം കെട്ട് നാറിപ്പോയി. അതുപോലെ തൻ്റെ മക്കളെ ഇറക്കാനും ആരുമില്ലേ എന്നുള്ള ചിന്തയിലാണ്. പക്ഷെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ ഈ ഒരു ഗോവർദ്ധനോട് പറയേണ്ട, ഗോവർദ്ധന ഞാൻ ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, നാണക്കേടായില്ലേ? അല്ലെങ്കിൽ തന്നെ തൻ്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഇതൊരു അടിയായിട്ടുണ്ട്. കാരണം എന്നെ കളിയാക്കാനും എന്നെ താഴ്ത്താനും എൻ്റെ കച്ചവടം പൊളിക്കാനും എന്നെ അടിച്ചമർത്താൻ നോക്കിയവർക്കൊക്കെ ഇത് വലിയൊരു സഹായമായിട്ടുണ്ട്. അവരെല്ലാവരും എൻ്റെ ഫോണിൽ വിളിച്ചു കാണും. പക്ഷേ അലീന ഫോൺ കൊണ്ടുപോയതുകൊണ്ട് മാത്രം അവർക്കൊന്നും അത് എൻ്റെ സങ്കടം കണ്ട് രസിക്കാൻ പറ്റിയില്ല. അത്രയേ ഉള്ളൂ. നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ രോഹിത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഇങ്ങനെ ഗോവർദ്ധനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധനം പറഞ്ഞിട്ടുണ്ട്, ബാലേട്ട നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇനി ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകാനേ പറ്റൂ. ഒരു വക്കീലിനെ കണ്ട് സംസാരിക്കാനോ ജാമ്യം എടുക്കാനോ ഒക്കെ ശ്രമിക്കാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ കൊല്ലപ്പള്ളിയിൽ നിന്ന് ആരും വന്നില്ലേ? അവിടുത്തെ ഒരുത്തനും ഉണ്ടല്ലോ അവിടെ, മനുവോ ശിവനോ രാജീവോ ആരും വന്നില്ലേ? ആരും ഇതുവരെ എത്തിയിട്ടില്ലെന്നാണ് അറിഞ്ഞത് എന്നിങ്ങനെ ഗോവർദ്ധനം പറയുന്നുട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലീനെ കാണിക്കുകയാണ്. അപ്പോൾ അലീന വീട്ടിൽ ഭയങ്കര സങ്കടത്തിലാണ്, മനുവായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം മനുവിന് സമാധാനമൊക്കെ കൊടുക്കുകയാണ്. മനുവും പറയുന്നുണ്ട്, അലീന നീ പോയപ്പോൾ തന്നെ നിൻ്റെ പുറകെ ഓടി വന്ന് പോലീസിന് 2 കൊടുത്ത് നിന്നെ അവിടുന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വരാൻ ഇതൊന്നും സിനിമയോ ഒന്നുമല്ല, ജീവിതമാണ്. ജീവിതത്തിൽ നമുക്കതൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ വരണമെന്നും നിന്നെ പുറത്തിറക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ സാധിച്ചില്ല. കാരണം അവിടെ വന്നാലും അവർ നിന്നെ എനിക്ക് കാണിച്ചു തരും എന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എനിക്ക് നന്നായിട്ടറിയാം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ, അതാണ് ഞാൻ വരാത്തത്. എന്തായാലും രേവതി കുട്ടി നിന്നെ സഹായിച്ചല്ലോ, ഒരുപാട് താങ്ക്സ് ഉണ്ട് അവളോട് എന്നൊക്കെ പറയണം. എന്നിട്ട് നമ്മുടെ കൃഷ്ണമോള് ആകെ കരച്ചിലാട്ടോ. പത്രത്തിൽ ആകെ വാർത്തകളൊക്കെ വന്ന് ഭയങ്കര സങ്കടത്തിലും കരച്ചില്ല. കാരണം ഇനി സ്കൂളിൽ എങ്ങനെയാണ് പോവുക, പുറത്തിറങ്ങുക, ട്യൂഷന് പോവുക, ഒന്നിനും പറ്റില്ല. സ്വന്തം ഏട്ടനല്ലേ. അങ്ങനെ കരഞ്ഞ് തളർന്നിരിക്കുമ്പോൾ അലീന വന്ന് സമാധാനിക്കേണ്ട, മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട, മോക്ക് ഞാനില്ലേ, എല്ലാം സമാധാനപ്പെട്, ഇതൊക്കെ പതിയെ ഒക്കെ മാറിക്കോളും, ആദ്യത്തെ ഒരു ഇതല്ലേ, അതുകൊണ്ട് ഒന്നുകൊണ്ട് മോള് ടെൻഷൻ ആവണ്ട, നിനക്ക് ഞാനുണ്ട് കൂടെ കേട്ടോ എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ശിവനും രാജീവനും കൂടെ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് പോലീസ് രോഹിത്തിനെയും ഹരിയെയും മറ്റ് 2 അമ്മമാരെയും കൂടെ ആ ഒരു പീഡനം നടന്ന വീട്ടിലേക്ക് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ കൊണ്ടിറക്കിയിട്ട് ഹരിയോട് വിശദമായി ചോദിക്കുന്നുണ്ട്, ഇതല്ലേടാ നീ ആ പെങ്കൊച്ചിനെയും കൊണ്ട് വന്ന സ്ഥലം, ശരിക്കും പറഞ്ഞാൽ നിന്നെ അവൾ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഹരി പറയുന്നുണ്ട്, അവൾ എന്നെ സ്നേഹിച്ചിരുന്നു, നീ വിവാഹം കഴിക്കാന്നൊക്കെ വാക്ക് കൊടുത്തിരുന്നു. അത് ശരി. അപ്പോൾ നേരത്തെ ഇവിടെ കൊണ്ടുവരുന്നതിന് മുന്നേ നീ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഇല്ല സർ. അതെന്താ, നിനക്ക് താല്പര്യമില്ലായിരുന്നോ? അല്ല, അവളത് സമ്മതിക്കാൻ ചേട്ടാ. അത് ശരി. അപ്പോൾ അവൾ സമ്മതിക്കാൻ ചേട്ടാണ്, ഇല്ലെങ്കിൽ നീ ഒരു കൈ നോക്കിയെന്നായിരുന്നു വീണ്ടും അല്ലേ? എന്നാലും ഇടാ, നിന്നെ വിശ്വസിച്ച് നിന്നെ സ്നേഹിച്ച് നീ കല്യാണം കഴിക്കുന്നുള്ള ഉറപ്പ് വരെ കൊടുത്തൊരു പെണ്ണിനെ കൂടെ കൊണ്ടുവന്ന് ഇവന്മാർക്ക് എല്ലാവർക്കും ഇട്ട് കൊടുത്ത് പിച്ച് ചീന്തി അല്ലടാ. നിന്നൊക്കെ എന്താടാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവിടെ 2 അടി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മുറ്റത്ത് വെച്ച് തന്നെ. അപ്പോൾ തന്നെ നാട്ടുകാരെല്ലാം ആ വീട് വളയാനും കൂട്ടത്തോടെ കല്ലെറിയാനും ഗേറ്റിൽ വന്ന് ആഞ്ഞടിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും ഇവിടെ രോഹിത് ആകെ പേടിച്ച് പറിച്ച് നിൽക്കാൻ കേട്ടോ. മറ്റോമാർക്കൊന്നും ഒരു കൂസലുമില്ല. കാരണം രോഹിത് ഒരു പാവമാണല്ലോ, ഇവനാണ് അവനെ അതിലേക്ക് വലിച്ചയച്ചത്. ബാക്കി എല്ലാവരും ഇതൊക്കെ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചും ഇങ്ങനെ ജീവിക്കുന്നവരായതുകൊണ്ട് അവർക്ക് അത്രയ്ക്ക് പേടിയൊന്നുമില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പറയണം, രോഹിത്തിനോട് ചോദിക്കണം, കയറി അകത്തോട്ട് വാടാ, ഇനി അകത്തോട്ട് പോയിട്ട് വേണം, നീ എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ചെയ്തു, എന്തൊക്കെ ആ കൊച്ചിനോട് സംസാരിച്ചു, ഇതെല്ലാം എനിക്ക് വിശദമായിട്ട് അറിയണം. കേരളാകത്ത് എല്ലാത്തിനെയും കഴുത്തിന് പിടിച്ച് കുത്തിത്തള്ളി ആ വീട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് തെളിവെടുപ്പ് നടത്തുകയാണ്. ഹരി എങ്ങനെയാണ് അവളെ ഇവിടം വരെ കൊണ്ടെത്തിച്ച്, ആദ്യം ആരാണ് ഈ വീട്ടിലെത്തിയത്, എങ്ങനെയാണ് അവളോട് സംസാരിച്ച് തുടങ്ങിയത് എന്ന് ഓരോന്നോരോന്നായിട്ട് സംസാരിച്ച് തുടങ്ങണം കേട്ടോ. പക്ഷേ രോഹിത് അതിൽ പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അവളുടെ
ദേഹത്ത് കൈ പോലും വെച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ പോലീസ് അതൊന്നും വിശ്വസിക്കുന്നേ ഇല്ല. ഇതൊക്കെ നമുക്ക് നീ കോടതിയിൽ തെളിയിക്കടാ എന്നാൽ അല്ലാണ്ട് ഇവിടെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ ആ പെങ്കുച്ച് പറയണം സത്യാവസ്ഥ, നീയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഇടിച്ച് ശരിയാക്കട്ടോ. അങ്ങനെ തെളിവെടുപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകണം. ആ സമയത്താണ് അവിടെ നമ്മുടെ രാജീവനും ശിവനും കൂടെ വന്നെത്തുന്നത്. ശരിക്കും നാട്ടുകാരുടെയും പോലീസുകാരുടെയും ഈ പീഡനം വീരന്മാരുടെയും ഇടയിൽ പെട്ടതുപോലെ ആയിട്ടുണ്ട് അവർക്ക്. ശരിക്കും പറഞ്ഞാലും ചക്രവ്യൂഹത്തിനകത്തായി പോലെ പുറത്ത് പോകാൻ പോലും പറ്റാതെ എല്ലാവരോടായിട്ട് പൂശനുണ്ട് കേട്ടോ. അപ്പം തന്നെ മനു മനസ്സിൽ വിചാരിക്കാം പറഞ്ഞതാണ് ഞാൻ പോകരുതെന്ന്, എന്നിട്ടും അത് കേൾക്കാണ്ട് പോയതിൻ്റെ ഫലമാണ് കിട്ടിയത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് എപ്പിസോഡിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്